ഉത്തർപ്രദേശിൽ മായാവതി നേതൃത്വം നൽകുന്ന ബിഎസ്പി നേടുന്ന സീറ്റുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. കോൺഗ്രസ് സഖ്യത്തെ തള്ളിപ്പറഞ്ഞ മായാവതി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കില്ലെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പരമാവധി സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുക എന്നതാണ് തുടക്കം മുതലേ മായാവതിയുടെ നിലപാട്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതി വന്നാൽ പ്രധാനമന്ത്രി പദം വരെ തന്നെ തേടിയെത്തുമെന്നും മായാവതിയും അണികളും വിശ്വസിക്കുന്നു. രാജ്യഭരണം ആർക്ക് എന്ന് നിശ്ചയിക്കുന്നതിൽ 80 എംപിമാരുള്ള ഉത്തർപ്രദേശിന് നിർണായക സ്ഥാനമാണുള്ളത്. 50 സീറ്റിലധികം ലക്ഷ്യം വെച്ച് ബിജെപിയും നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും മത്സരരംഗത്തുണ്ടെങ്കിലും മായാവതി നേതൃത്വം നൽകുന്ന ബിഎസ്പി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നു. ആവശ്യം വന്നാൽ മായാവതിയുടെയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെയും AIADMK നേതാവ് ജയലളിതയുടെയും പിന്തുണ തേടുമെന്ന നരേന്ദ്രമോദിയുടെ ടെലിവിഷൻ അഭിമുഖം വിവാദമായിരുന്നു. എക്കാലവും BSPയെ തകർക്കാൻ ശ്രമിച്ച BJPക്ക് പിന്തുണയില്ലെന്ന് മായാവതി പ്രഖ്യാപിച്ചു. മുസഫർനഗർ കലാപത്തിന്റെ ഉത്തരവാദിത്വം BJP നേതൃത്വത്തിനും മുഖ്യമന്ത്രിയായ അഖിലേഷ് യാദവിനുമാണെന്ന് മായാവതി കുറ്റപ്പെടുത്തുന്നു. BJP നേതൃത്വം തന്നെ മനഃപൂർവ്വം അഴിമതി കേസുകളിൽ പ്രതിചേർത്താണെന്നും മായാവതി തുറന്നടിച്ചു. ദളിത് രാഷ്ട്രീയത്തിന്റെ പ്രായോഗിക അധികാര പാഠങ്ങൾ പലതവണ പയറ്റി വിജയിച്ച കൻഷിറാമിന്റെ പിന്മുറക്കാരിയായാണ് മായാവതിയുടെ രാഷ്ട്രീയ പ്രവേശം. 1989 ലോക്സഭയിലെത്തിയ മായാവതി 1994 രാജ്യസഭാംഗമായി. 1995 പാർട്ടി അധ്യക്ഷയായ മായാവതി ആ വർഷം സംസ്ഥാനത്തെ ആദ്യ ദളിത് വനിതാ മുഖ്യമന്ത്രിയായി. 1997 2002 മുഖ്യമന്ത്രി പദത്തിലെത്തിയ മായാവതി 2007 206 സീറ്റുകളോടെ ഒറ്റയ്ക്ക് ഭരണം നിലനിർത്തി. പിന്നോക്ക വിഭാഗത്തിനൊപ്പം സവർണ വിഭാഗത്തെയും ഒപ്പം നിർത്തിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ വിജയമായിരുന്നു 2007. इनको अति पिछड़े वर्ग का भी वोट मिल रहा है, इनको अपने अपर कास्ट समाज का भी वोट एक तरफा इन लोगों को मिल रहा है. यदि मुस्लिम समाज का वोट पूरा का पूरा इसमें शामिल हो जाता है, BSP के उम्मीदवार को मिल जाता है, तो फिर मैं आप लोगों को दावे के साथ कह सकती हूँ कि इन दोनों लोकसभा की सीटों पर फिर यहाँ भारतीय जनता पार्टी का उम्मीदवार चुनाव जीतना तो बहुत दूर की बात रही, बल्कि फिर यहाँ पर BJP के उम्मीदवार की इन दोनों लोकसभा की सीटों पर जमानत भी जब्त हो जाएगी. മായാവതിയുടെ കരുത്തിൽ 2004 ലോക്സഭയിലേക്ക് 19 സീറ്റ് നേടിയ BSP UPA സർക്കാരിനെ പുറത്തുനിന്ന് പിന്താങ്ങി. നില മെച്ചപ്പെടുത്തി 2009 21 സീറ്റുമായി ഒരിക്കൽ കൂടി UPAയ്ക്കൊപ്പം നിന്നു. മായാവതിക്കെതിരായ അഴിമതി കേസുകളും ധൂർത്തും പ്രധാന പ്രചരണമായ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് BSPക്ക് നേരിടേണ്ടി വന്നത്. ഇടതു നേതൃത്വത്തിലുള്ള കോൺഗ്രസ് BJP ഇതര മതേതര സഖ്യത്തോടൊപ്പം BSPയും ചേരുമെന്ന് ആദ്യം സൂചന നൽകിയെങ്കിലും ഒടുവിൽ സഖ്യമില്ലാതെയാണ് BSP മത്സരിച്ചത്. जुड़ने की तादाद को ध्यान में रखकर ही इन्हें उचित भागीदारी मिली है. ഉത്തർപ്രദേശിലെ 21% വരുന്ന ദളിത് വോട്ടുകളാണ് BSPയുടെ പ്രധാന ശക്തി. അതേസമയം 2007 ബ്രാഹ്മണരെയും മറ്റു മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും ഒപ്പം നിർത്തുവാനുള്ള തന്ത്രങ്ങളും ഫലം കാണുമെന്നും മായാവതി കണക്കുകൂട്ടുന്നു. മുസാഫർനഗർ കലാപശേഷം സംസ്ഥാനത്തെ മുസ്ലിം വികാരം തനിക്ക് അനുകൂലമാണെന്നാണ് മായാവതിയുടെ പ്രതീക്ഷ. ഒപ്പം സമാജ്വാദി പാർട്ടിക്കെതിരായ ഭരണവിരുദ്ധ വികാരം കൂടിയാകുമ്പോൾ ഇത്തവണ അത്ഭുതം സംഭവിക്കുമെന്ന് തന്നെയാണ് BSP നേതൃത്വം വിശ്വസിക്കുന്നത്. श्री मुलायम सिंह यादव बहन के बेटे को ये भी याद दिलाना चाहती हूँ कि आज ये दोनों बाप बेटे यहाँ की राजनीति में जिस भी शिखर पर पहुँचे हैं तो ये सब पूरी देन यहाँ भारतीय संविधान के निर्माता परम पूज्य बाबा साहब डॉक्टर अम्बेडकर जी है. ചുരുക്കത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ടായാൽ
നിർണായക വിലപേശൽ ശക്തിയായി മായാവതി മാറുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഇനി 3 ദിവസം മാത്രം ശേഷിക്കുകയും മുന്നോടിയായി വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു. സി ടൈംസ് നൗ, ABP, നീൽസൺ, CNN, IBN അടക്കമുള്ള മാധ്യമങ്ങളും വിവിധ ഏജൻസികളും നടത്തിയ എക്സിറ്റ് പോളിന്റെ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. NDAക്ക് 261നും 283നും ഇടയിൽ സീറ്റ് കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. UPAക്ക് 110 മുതൽ 120 വരെ സീറ്റ് ലഭിക്കും. കേരളത്തിൽ UDF 11നും 14നും ഇടയിൽ സീറ്റ് നേടുമ്പോൾ LDF 6നും 9നും ഇടയിലുള്ള സീറ്റിലാവും വിജയിക്കുക. സി വോട്ടറിന്റെ എക്സിറ്റ് പോൾ പ്രകാരം NDAക്ക് 289 സീറ്റാണ് ലഭിക്കുക. UPAക്ക് 102ഉം മറ്റു പാർട്ടികൾക്ക് 153 സീറ്റും നേടുമെന്ന് സി വോട്ടർ പറയുന്നു. ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ പ്രകാരം 261നും 283നും ഇടയിലാണ് NDAയുടെ വിജയം. UPA സീറ്റുകൾ 110നും 120നും ഇടയിലും മറ്റുള്ളവർ 150നും 162നും ഇടയിൽ സീറ്റ് നേടുമെന്നും ഇന്ത്യ ടുഡേ പറയുന്നു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് ABPയുടെ എക്സിറ്റ് പോൾ പറയുന്നത്. എന്നാൽ IBN പറയുന്നത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്നാണ്. ബീഹാറിലും UPയിലും BJPക്ക് നേട്ടമെന്ന് ABP പറയുന്നു. ഡൽഹിയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നാണ് IBNന്റെ സർവേ പറയുന്നത്. എക്സിറ്റ് പോൾ സർവേകൾ പ്രകാരം NDA മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം NDAക്ക് ഉണ്ടാകില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. UPയിലും ബീഹാറിലും BJP വൻ മുന്നേറ്റം നടത്തും. ബംഗാളിൽ ഇടതുപക്ഷം നില മെച്ചപ്പെടുത്തുമെന്നും ടൈംസ് നൗ. കേരളത്തിൽ 9 സീറ്റ് UDFനും 11 സീറ്റ് LDFനുമെന്ന് NDTV. 16ാം ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചു. അവസാന ഘട്ടത്തിലും മികച്ച പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. ആന്ധ്രാപ്രദേശിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും TDPക്കും മുന്നേറ്റം. സീമാന്ധ്രയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. തെലങ്കാനയിൽ മികച്ച മുന്നേറ്റം. പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നതിനുള്ള വഴികൾ തേടാൻ BJPക്ക് RSSന്റെ നിർദ്ദേശം. സ്ഥിരതയുള്ള സർക്കാരുണ്ടാക്കാൻ കോൺഗ്രസ് വിരുദ്ധരുമായുള്ള സഖ്യം അനിവാര്യമെന്ന് RSS. ഇതോടെ പോളിംഗ് ബൂത്ത് സമാപിക്കുന്നു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ രാത്രി 10:30 വീണ്ടും കാണാം. നമസ്കാരം, ശുഭരാത്രി.